പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത് ഭീകരരാണ് എന്ന് പറയുന്ന നിതീഷ് റാണയുടെ ഒരു മുൻഗാമിയെ നമ്മൾ കാണുന്നത് എ വിജയരാഘവനിലൂടെയാണ്. എ വിജയരാഘവനെ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയാണ് KC വേണുഗോപാൽ അടക്കം വിളിച്ച പേര് വർഗീയ രാഘവൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? റാലിയുടെ മുന്നിലും പിന്നിലും വർഗീയ ചേരിയുടെ ആളുകളായിരുന്നു എന്നാണ്. പക്ഷേ ആ റാലിയിൽ യഥാർത്ഥത്തിൽ നിന്നതാരാണ്? ലീഗിന്റെ ആളുകളാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെയാണ് അവിടെ പറയുന്നത്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയുമാണ് ഉദ്ദേശിച്ചതെന്ന് പിന്നീട് തിരുത്തി പറയുന്ന മറ്റ് നേതാക്കൾ. അപ്പോൾ CPIM കേരളത്തിൽ നടത്തുന്ന പ്രചാരണത്തിന്റെ മറ്റൊരു വേർഷനാണ് നിതീഷ് റാണെ നടത്തിയത്. അപ്പോൾ ഈ എ വിജയരാഘവന്റെ ഇതടക്കമുള്ള പരാമർശങ്ങൾ പലതരത്തിൽ പല മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുമല്ലോ. അപ്പോൾ പിന്നെ ഇത് പറയുന്നത് ദിസ് ഇസ് ദ ന്യൂ നോർമൽ എന്ന ഒരു രീതിയിലേക്ക് നിതീഷ് റാണെ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇങ്ങനെ പറയാം. കാരണം കേരളത്തിലുള്ള നേതാക്കൾ വയനാട്ടിലെ ഒരു പ്രതിനിധി സമ്മേളനത്തിലാണ് എ വിജയരാഘവൻ എന്ന് പറയുന്ന CPIMന്റെ ഏറ്റവും ഉയർന്ന ബോഡിയിൽ അംഗമായ ഒരു വ്യക്തി പറയുന്നത്, MP ആയിരുന്ന ഒരു വ്യക്തി പറയുന്നത്. എ വിജയരാഘവൻ എന്നുള്ള പേര് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും ഫെമിലിയറായ ഒരു പേരാണ്. ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവല്ലല്ലോ എ വിജയരാഘവൻ. അപ്പോൾ എ വിജയരാഘവനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി വയനാട് ജില്ലയിൽ തന്നെ CPIMന്റെ പ്രതിനിധി സമ്മേളനത്തിൽ പറയുന്ന കാര്യം മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി പറയുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാക്കിയാണ്. കാരണം പറഞ്ഞത് മഹാരാഷ്ട്രയിലെ മന്ത്രിയാണ്, നിതീഷ് റാണയാണ്, മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. എ വിജയരാഘവൻ പറഞ്ഞത് അതൊക്കെ നേരത്തെ തന്നെ വിട്ടുകഴിഞ്ഞു. ഉണ്ണിസാറൊന്നും എ വിജയരാഘവന്റെ പരാമർശത്തെ പറ്റി തൊട്ടിട്ടില്ല. അത് മറന്നുപോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും എ വിജയരാഘവൻ പറഞ്ഞതിനേക്കാളും ആ ഒരു അതേ തട്ടിൽ തന്നെയാണ് ഇപ്പോൾ നിതീഷ് റാണയും കയറിയിരിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. രണ്ടുപേരും പറഞ്ഞത് തെറ്റാണ്.